ശരിക്കും ഈ ബജറ്റ് ടൂറിസം വന്നതിന് ശേഷമാണ് കെ എസ് ആർ ടി സിക്ക് വരുമാനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായത്. നമുക്കറിയാം, ഒരു 2021 കെ എസ് ആർ ടി സി കോവിഡിന് ശേഷം ഒരു ബജറ്റ് ടൂറിസം എന്ന് പറയുന്ന ഒരു പുതിയൊരു കൺസെപ്റ്റുമായിട്ട് വരുന്നത്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, അത് വിവാഹം തുടങ്ങിയ പല കാര്യങ്ങൾക്കും നമുക്ക് കെ എസ് ആർ ടി സി ബസ് ലഭിക്കും. ഇപ്പോൾ ഈ ടൂർ പാക്കേജ് നമുക്കറിയാലോ, ഇപ്പോൾ നേരത്തെ പ്രൈവറ്റ് ബസ്സുകാർ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസികൾ ചെയ്തതുപോലെ ഒരു വിനോദ സ്ഥലത്തേക്ക് കെ എസ് ആർ ടി സി ഒരു പാക്കേജ്, ഒരാൾക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് അതിൽ ഫുഡും ആ സ്ഥലത്തെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പാക്കേജ്. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് അത് എന്താ പറയുക, വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു ഒരു ബജറ്റ് ടൂറിസം എന്ന് പറയുന്ന ഒരു പരിപാടി. കാരണം അന്ന് തോന്നുന്നു 700 രൂപ 1000 രൂപയ്ക്കൊക്കെ വാഗമൺ ഒക്കെ ആയിരുന്നു തുടക്കം എന്ന് പറയുന്നത്. മലക്കപ്പാറ, ഗവി തുടങ്ങിയ മൂന്നാർ, മറയൂർ ഉള്ള ഹിൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാക്കേജാണ് കെ എസ് ആർ ടി സി ആരംഭിച്ചത്. അപ്പോൾ കോവിഡിന് ശേഷം ആൾക്കാർക്ക് പുറത്തിറങ്ങാനുള്ള അറിയാലോ ടെൻഡൻസി മാറി, ആൾക്കാർ കൂടുതൽ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കെ എസ് ആർ ടി സിക്കും ഇത് വലിയ രീതിയിൽ മൈലേജ് ഉണ്ടാക്കി കൊടുത്ത ഒരു പദ്ധതിയാണ് ബജറ്റ് ടൂറിസം എന്ന് പറയുന്നത്. അത് ശരിക്കും പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ കാണുന്നത് ഈ ബജറ്റ് ടൂറിസത്തിൽ പോയി ആൾക്കാർ വഴിയിലാവുന്ന കാഴ്ചകളാണ്. നമുക്കറിയാം, കെ എസ് ആർ ടി സി ബസ്സിന് മാത്രം അവകാശപ്പെടാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആനവണ്ടി എന്നൊക്കെ നമ്മൾ വിളിക്കും, മലയാളികളുടെ അഭിമാനം എന്നൊക്കെ പറയുവാണെങ്കിലും വണ്ടി വഴിക്കായാൽ മറ്റൊരു വണ്ടി വരാതെ നന്നാക്കാതെ ഈ ബസ്സിന് പോകാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ നമുക്കറിയാം, ഗവിയിലോട്ടൊക്കെ ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ കാടിൻ്റെ ഉള്ളിൽ വണ്ടി വഴിക്കായാൽ റേഞ്ച് പോലും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചതും ഇത് തന്നെയാണ്. ഗവിയിലേക്ക് പോയ ബസ് വഴിക്കായി, ആ വണ്ടി നന്നാക്കാൻ ആളില്ലാതെ അവസാനം കുമളി ഡിപ്പോയിലേക്ക് വിളിച്ചപ്പോൾ അവിടെയും വണ്ടിയില്ല. അതും റേഞ്ച് ഉള്ള സ്ഥലത്ത് നോക്കി കണ്ടക്ടർ പോയി വിളിക്കുകയാണ് ചെയ്തത്. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ പത്തനംതിട്ട ഡിപ്പോയിലും വണ്ടിയില്ല. അങ്ങനെ ഉച്ച കഴിഞ്ഞ ശേഷം, ഏകദേശം രാവിലെ വഴിക്കായ വണ്ടിയിലെ ആൾക്കാരെ കൊടുങ്കാട്ടിൽ പെട്ട് കിടന്നിട്ട് ഉച്ച കഴിഞ്ഞ് വൈകുന്നേര സമയത്ത് അടുത്ത വണ്ടി വന്നിട്ടാണ് ഇവരവിടുന്ന് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വണ്ടി പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാത്തത് കൊണ്ടും വണ്ടി ശ്രദ്ധിക്കാത്തതിൻ്റെയും പേരിൽ പഴയ ബസ്സുകൾ ഇടുന്നത് കൊണ്ടും പലപ്പോഴും ഈ ബജറ്റ് ടൂറിസം എന്ന് പറയുന്ന നല്ലൊരു പദ്ധതി താളം തെറ്റുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആൾക്കാരിലൊരു വിശ്വസ്തത, കെ എസ് ആർ ടി സിയിലുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് ആൾക്കാരെ പുറകോട്ട് വലിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണെന്നാണ് വ്യക്തിപരമായ ഒരു അഭിപ്രായം. സോഷ്യൽ മീഡിയയിലും അത്തരം നിരവധി, കാരണം പല ആൾക്കാരും, വയസ്സായ ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, അവർ കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ ഭീകരതയുണ്ടാവും, വഴിയിൽ പെട്ടുപോകുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ അവർ സോഷ്യൽ മീഡിയ വഴി പുറത്തു പറയുമ്പോൾ ഒരു പക്ഷേ നാളെ ഒരു ബജറ്റ് ടൂറിസം വഴി യാത്ര ചെയ്യാൻ പോകുന്ന ഒരാളെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് തന്നെയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ ഇത്തരം ഉത്തരവാദിത്തം ഇല്ലായ്മ കെ എസ് ആർ ടി സിക്ക് തിരിച്ചടിയാവുന്നുണ്ട്. കെ എസ് ആർ ടി സി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് നല്ല ബസ്സുകളുണ്ട്. ഈ പഴയ ഓർഡിനറി ബസ്സുകൾ പലപ്പോഴും ഇടാറുണ്ട്. ഈ ബസ്സുകൾ മാറ്റി, നമുക്കറിയാം പല കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഉള്ളിൽ കയറിയ സീറ്റുകൾ തന്നെ കരിമ്പിന് അടിച്ച ആ ഒരു വെള്ള പാടൊക്കെ വീണ് അങ്ങ് എത്തിയതായിരിക്കും. പ്രോപ്പർ വാഷ് പോലും ചെയ്യാറില്ല. അപ്പം അത്തരം ബസ്സുകളൊക്കെ ഒഴിവാക്കി നല്ല ബസ്സുകൾ ഇടുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ. ബെറ്റർ സർവീസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഏറ്റവും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ലോ ഫ്ലോർ ബസ് ഉണ്ട്, പണ്ട് കേന്ദ്ര സർക്കാർ തന്നാണ് ലോ ഫ്ലോർ ബസ്. അപ്പോൾ ഈ ലോ ഫ്ലോർ AC ബസ് ശരിക്കും ഉപയോഗിക്കുന്നത് ടൗണുകളിലെ യാത്ര സുഖത്തിന് വേണ്ടിയിട്ടാണ്. ലോ ഫ്ലോർ AC ബസ്സുകൾ വോൾവോടെ. പക്ഷേ കേരളത്തിൽ മാത്രം ലോങ് സർവീസിനാണ് ഈ ലോ ഫ്ലോർ ബസ് നമ്മുടെ കെ എസ് ആർ ടി സി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചെങ്കിൽ, ടൗണിൽ ഓടേണ്ട ലോ ഫ്ലോർ ബസ്സിൽ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെയോ അല്ലെങ്കിൽ ഇവിടുന്ന് കോഴിക്കോട് വരെയോ ആൾക്കാർ ഇരുന്ന് യാത്ര ചെയ്യണം. പ്രോപ്പറായിട്ട് കാല് നീട്ടി വെക്കാൻ കഴിയത്തില്ല. ബാക്കിലോട്ട് കിടന്ന് ചാരി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ സീറ്റ് ഇത്രയേ ഉള്ളൂ. ഇത്തരം ബസ്സുകളാണ് കെ എസ് ആർ ടി സി ലോങ് സർവീസിന്. ആ ബസ് ലോങ് സർവീസിന് സൂട്ടാകാത്തൊരു ബസ്സാണ്. വർഷങ്ങളായിട്ട് കെ എസ് ആർ ടി സി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. കാരണം AC ബസ് കിട്ടി, അത് എങ്ങനെ റൺ ചെയ്യണമെന്ന് പോലും കെ എസ് ആർ ടി സിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഈ ബജറ്റ് ടൂറിസത്തിലേക്ക് എത്രയോ നല്ല ബസ്സുകളുണ്ട്. ഇപ്പോൾ സ്വിഫ്റ്റിൽ കുറേ പുതിയ ബസ്സുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വോൾവോ ബസ്സുകളുണ്ട്. പണ്ട് 18ഓളം സ്കാനുകൾ കിട്ടിയത് 18ഉം ഇടിച്ച് നശിപ്പിച്ച് കളഞ്ഞ ചരിത്രമാണ് നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ഉള്ളത്. പിന്നെ പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാതെയും പാർട്സ് കിട്ടാത്തതിൻ്റെയും പേരിൽ 18 സ്കാനുകളും കട്ടപ്പുറത്താകേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതേസമയം ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക RTCനെ നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കണം ദീർഘദൂര യാത്രകൾക്ക്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ റവന്യൂ കെ എസ് ആർ ടി സിക്ക് ജനറേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ സർവീസാണ്. ഈ ബാംഗ്ലൂർ സർവീസിന് പോലും നല്ല ബസ്സുകൾ ഇടുന്നില്ല എന്നുള്ളതാണ്
നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നവകേരള ബസ് പുതുക്കി വീണ്ടും അതിനകത്ത് ലക്ഷങ്ങൾ മുടക്കി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് ഇട്ടിട്ടുണ്ട്. നേരത്തെയും അവരിട്ടതായിരുന്നു, അത് പരാജയമായിരുന്നു ആ ബസ്. വീണ്ടും ബാംഗ്ലൂർക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും യാത്രക്കാർ പറയുന്നത് ഇത് ഞങ്ങളുടെ ടൈമിങ്ങിനനുസരിച്ചുള്ള സർവീസ് അല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ബാംഗ്ലൂർ ഒരു പക്ഷേ ഒരു IT സെക്ടറോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരാൾക്കാർക്കോ വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് രാത്രിയിൽ ബസ് കയറി രാവിലെ നാട്ടിലെത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പല സർവീസുകളും ഇവിടെ 2:30-ക്കും 3 മണിക്കും 4 മണിക്കുമാണ് ഇവിടുന്ന് ബസ് എടുക്കുക. പിറ്റേ ദിവസം 10 മണിയാകുമ്പോഴായിരിക്കും ബാംഗ്ലൂർ ചെല്ലുന്നത്. ഇങ്ങനെ കുറേ സർവീസുകളുണ്ട്. അതേസമയം കർണാടക RTC നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നൈറ്റ് സർവീസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപകടത്തിൻ്റെ തോതെടുത്ത് നോക്കുകയാണെങ്കിലും കർണാടക RTCയും കേരള RTCയും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. പല ആൾക്കാരും ഇപ്പോൾ ബാംഗ്ലൂരുള്ള പല സുഹൃത്തുക്കളും കേരള RTC ബുക്ക് ചെയ്യാതെ കർണാടക RTC ബുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കും, നല്ല സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി തരും, നല്ല സർവീസ് തരും. KSRTC അങ്ങനെയല്ല. പക്ഷേ KSRTCയിൽ അങ്ങനെ സർവീസ് കൊടുക്കുന്ന വാഹനങ്ങളും ക്രൂ ഉണ്ട്. അവർക്ക് പ്രത്യേക ഫാൻ ബേസ് വരുന്നുണ്ട്. ഇവരുടെ വണ്ടിയിൽ ഇന്ന ക്രൂ ഉണ്ടെങ്കിലാണ് ഞങ്ങൾ ഇന്ന വണ്ടിയിൽ പോവുകയുള്ളൂ എന്ന് ഫോളോ ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട്. അത്ര നല്ല സർവീസ് ചെയ്യുന്ന കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്തുകൊണ്ട് ഇതുപോലെ എല്ലാവരും മാറിക്കൂടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. നല്ല സർവീസ് കൊടുക്കുകയാണെങ്കിൽ, നല്ല വാഹനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ജനം കയറും, ഉറപ്പുള്ള കാര്യമുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പ്രൈവറ്റ് ബസ്സുകളും കർണാടക RTC. ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഇന്നും KSRTCക്ക് ഒരു സ്പെയർ ടയർ ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു വണ്ടി പഞ്ചറായി കിടന്നാൽ ആ പഞ്ചർ മാറ്റാൻ ഒരു ടയർ എല്ലാ വണ്ടികളിലും ഉള്ളതാണ്. KSRTCക്ക് ഇന്നും അതില്ല. KSRTCയുടെ എപ്പോഴും പേടി ആ ടയർ ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ ഈ ഗവിയിൽ ഒരു വണ്ടി ടയർ പഞ്ചറായി 50 കിലോമീറ്റർ അപ്പുറം പഞ്ചറായാൽ ഒരു ടയറും കൊണ്ട് പത്തനംതിട്ടയിൽ നിന്നോ കുമളിയിൽ നിന്നോ വണ്ടി വരണം. ആ വണ്ടി ഓടുന്ന എണ്ണ പൈസ തന്നെ കണക്ക് കൂട്ടിയാൽ മതി. കേരളത്തിലെ മൊത്തം KSRTCയുടെ അവസ്ഥ ഇതാണ്. വണ്ടി ടയർ പഞ്ചറായ വഴി കിടക്കേണ്ട അവസ്ഥ വരും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ചില സർവീസുകളിലൊക്കെ ഇത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ ദീർഘദൂര ചില വാഹനങ്ങളിലൊക്കെ സ്പെയർ ടയർ കൊണ്ടുപോകാറുണ്ട്, ദീർഘദൂര വണ്ടികളിലൊക്കെ. അതൊന്ന്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഗവിയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ബജറ്റ് ടൂറിസം ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഗവി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കോമൺ ആയിട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ്. നമുക്ക് പ്രൈവറ്റ് വണ്ടിയും കൊണ്ട് പോവുകയാണെങ്കിൽ നേരത്തെ പാസ് എടുക്കണം. പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KSRTC ബസ്സാണ്. അതിപ്പോൾ കുമളിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നുമാണ് ഗവിയിലേക്കുള്ള ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പൊതുവെ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ KSRTC ബസ്സിൽ ചുമ്മാ ഗവിയിലേക്ക് ഒരു യാത്ര, അത്രേ ഉള്ളൂ. കുമളി വരെ പോകുന്നു, അവിടുന്ന് തിരിച്ചു വരുന്നു. ഇതിനപ്പുറത്തേക്ക് ചില ആൾക്കാർ മാത്രം ഈ ഗവി ബസ്സിൽ പോയിട്ട് ഗവിയിൽ ഇറങ്ങും. ആ ബസ് തിരിച്ചു വരുമ്പം അതിൽ കയറി തിരിച്ച് പത്തനംതിട്ടയ്ക്ക് വരും. അപ്പോൾ രാവിലെ 5:30-ക്കും 6:30-ക്കുമാണ് പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള ബസ്സുള്ളത്. അപ്പോൾ ഈ അവധി ദിവസങ്ങളിൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ നമുക്കറിയാം, എല്ലാവരും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി വരും. ഇത് സാധാ ഓർഡിനറി ബസ്സാണ്, അവിടുത്തെ ജനങ്ങളെ പുറം ലോകമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരേ ഒരു ബസ്സാണ്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആൾക്കാർ വന്നപ്പോൾ KSRTC എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബജറ്റ് ടൂറിസം ഗവിയിലേക്കും വ്യാപിപ്പിച്ചു. അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ഡിപ്പോകളിൽ നിന്നും ഗവിയിലേക്ക് ബജറ്റ് ടൂറിസത്തിൻ്റെ ബദൽ ബസ്സുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബസ്സുകളൊക്കെ പത്തനംതിട്ട വഴിയാണ് ഗവിയിലേക്ക് പോവുക. ഏകദേശം 150 രൂപയോളമാണ് ഇവിടുന്ന് കുമളി വരെ, പത്തനംതിട്ടയിൽ നിന്നും കുമളി വരെ ബസ്സിൻ്റെ വൺ സൈഡ് ചാർജ് എന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം ഒരു 300-350 രൂപ, 300-350 ആ ഒരു റേഞ്ചിലാണ്. കറക്റ്റായിട്ട് അറിയത്തില്ല ടിക്കറ്റ് നിരക്ക് എത്രയാണ്. 350 രൂപ താഴെയുള്ളൂ എന്തായാലും. അപ്പോൾ പോയിട്ട് റിട്ടേൺ വരുന്നതിന് 350 രൂപ ആവുന്നുള്ളൂ ബസ്സിന് പോയിട്ട് വരുന്നതിന്. ഈ 350 രൂപയ്ക്ക് ഇത്രയും മനോഹരമായ കാടും മലകളും വന്യമൃഗങ്ങളെയും കണ്ടുകൊണ്ട് കേരളത്തിൽ വേറൊരു യാത്രയില്ല, വേറെ ഒരു സ്ഥലവും ഇല്ലാതെ. അപ്പോൾ ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരു മനോഹരമായ യാത്രയായിരിക്കും ഗവി എന്നുള്ളത്. അപ്പോൾ ഇവിടെ KSRTC എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബജറ്റ് ടൂറിസത്തിന് ഒരാൾക്ക് 1500 രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 150 രൂപ ടിക്കറ്റുള്ള ബസ് നിറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കിട്ടാത്തവർ എന്ത് ചെയ്യും, ഈ 1500 രൂപ ബജറ്റ് ടൂറിസത്തിലേക്ക് മാറും. അപ്പോൾ നേരത്തെ ഇത് ബുക്ക് ചെയ്തവരായിരിക്കും, പക്ഷേ എങ്കിലും എല്ലാ ബജറ്റ് ടൂറിസത്തിലും ഒരു 4-5 സീറ്റ് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അതിലൂടെ 1500 രൂപ, അപ്പോൾ 5 പേര് 1500 രൂപ എന്ന് വന്നാൽ തന്നെ 10,000-ന് മുകളിലുള്ള തുകയായല്ലോ. 5 പേരെന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 10,000 അടുത്തായല്ലോ. അപ്പോൾ ഒരു 10 പേര് വരുമ്പോഴത്തേക്കും നല്ല എമൗണ്ടായി, 15,000 രൂപ മേലെയായി. അപ്പോൾ ഈ ഒരു ലാഭക്കണക്ക് നോക്കിയിട്ട് KSRTC എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാവിലെ 5:30-ത്തെ ബസ് അങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ബസ് കാത്തു നിന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും 6:30-ത്തെ ബസ്സിലോട്ട് കയറി. 36 പേർക്ക് യാത്ര ചെയ്യേണ്ട ഒരു KSRTC ബസ്സിൽ അന്ന് 100-ലധികം ആൾക്കാരാണ് കയറിയത്. അപ്പോൾ ഓർക്കണം, ഒരു ബസ്സിന് ഏത് സാധനത്തിലാണെങ്കിലും ഒരു കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടല്ലോ. ഈ 100-ലധികം ആൾക്കാരെയും കൊണ്ട് ഈ 6:30-യുടെ KSRTC ബസ് ഗവിക്ക് പോവുകയാണ്. ഓവർലോഡ് കാരണം
വണ്ടി വഴിക്കായി. അതിൻ്റെ എന്തോ ഒരു സ്പ്രിംഗ് ജാക്കറ്റ് പൊട്ടി വണ്ടി വഴിക്കായി. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇവിടുത്തെ ശരിക്കും കുറ്റക്കാരി KSRTC എന്തുകൊണ്ട് രാവിലത്തെ ബസ് മുന്നറിയിപ്പില്ലാതെ ക്യാൻസൽ ചെയ്തു? അമിത ലാഭം മോഹിച്ച് തന്നെ KSRTC ചെയ്ത പണിയാണ്. പിന്നെ അടുത്തത് 36 പേർക്ക് യാത്ര ചെയ്യേണ്ട ഒരു ബസ്സിൽ 100-ലധികം ആൾക്കാർ, ഈ 36 സീറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ എങ്ങനെയായിരിക്കും ആ ബസ്സിൽ ഇരുന്നിട്ടുണ്ടാവുക? അത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു നല്ലൊരു യാത്ര പോകാൻ ഇപ്പോൾ മലബാറിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്ന ആൾക്കാരെ എത്രമാത്രം ദുരിതപൂർവ്വമായിരിക്കും ആ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ ഇത്തരം അനുഭവമുള്ള ഒരാൾ വീണ്ടും എങ്ങനെയാണ് തിരിച്ച് KSRTC ഇതുപോലത്തെ ഒരു യാത്രയ്ക്ക് അവർ ഇറങ്ങിത്തിരിക്കുക? അപ്പോൾ KSRTC സർവീസ് മെച്ചപ്പെടുത്തുക എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. കൂടുതൽ ബസ്സുകൾ ഇറക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ല ബസ്സുകൾ ഇറക്കുക, അതിന് കാശ് വേണം. കാരണം KSRTCക്ക് ഇപ്പോൾ ബസ്സുകളില്ല. ഇപ്പോൾ ഈ 15 വർഷം കഴിയുമ്പോൾ സ്ക്രാപ്പ് പോളിസി വന്നതിന് ശേഷം KSRTCയുടെ വലിയ തോതിലുള്ള വണ്ടികളാണ് പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള പുതിയ വണ്ടികൾ KSRTCക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. പക്ഷേ ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം പഴയ പോലെ വലിയൊരു രീതിയിലേക്ക് KSRTCയിലെ സാമ്പത്തിക അവസ്ഥ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് KSRTCക്ക് ഗുണമുള്ള ഒരു കാര്യമാണ്. പല രീതിയിലും KSRTC റവന്യൂ തിരിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട്. പല റൂട്ടുകളും ലാഭകരമായി മാറുന്നുണ്ട്. പക്ഷേ എങ്കിലും ആവശ്യ സ്ഥലത്തേക്ക് ബസ് തന്നെ വേണമല്ലോ. അതില്ലാതെ ഒരു കാര്യവുമില്ലല്ലോ. ഇപ്പോൾ പല സർവീസുകളും KSRTC ആദ്യം വന്നപ്പോൾ വെട്ടി നിർത്തിയായിരുന്നു, ലാഭമല്ല എന്നുള്ള കാരണത്താൽ. അതും തിരിച്ചടിയായിട്ടുണ്ട്. കാരണം ചില സർവീസുകൾ ലാഭത്തിൻ്റെ പേരിലല്ല KSRTC നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ വയനാട് ജില്ലയിലുള്ള 2-3 സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾ ആളില്ല എന്നും പറഞ്ഞ് നേരത്തെ ക്യാൻസൽ ചെയ്യുകയും, പക്ഷേ അത് ഇതിൻ്റെ പേരിലല്ല, ആ നാട്ടിലെ ജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഈ സർവീസ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സർവീസ് വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ മലക്കപ്പാറ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് മലക്കപ്പാറയുള്ളവർക്ക് എങ്ങനെ പുറം ലോകമായിട്ട് ബന്ധപ്പെടും KSRTC ഇല്ലെങ്കിൽ? ഗവിയിലുള്ളവർക്ക് എങ്ങനെ അവിടുത്തെ ജനങ്ങൾക്ക് KSRTC ഇല്ലെങ്കിൽ പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ കഴിയും? കാരണം വേറെ സർവീസ് ഒന്നും അവിടെ ഇല്ല. പ്രൈവറ്റ് ബസ് ഓടുന്നില്ല, പ്രൈവറ്റ് വാഹനങ്ങൾ ഓടുന്നില്ല. ഒന്നുമില്ലാത്തൊരു സ്ഥലത്തൂടെ എത്ര ഈ 60-70 കിലോമീറ്റർ ഓട്ടോയിൽ സഞ്ചരിക്കാൻ പറ്റുമോ? പോസിബിൾ അല്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ അവിടുത്തെ ജനങ്ങളെ കൂടി മുന്നിൽ കണ്ട് സർവീസ് നടത്തുക എന്നുള്ളതാണ്. ഇതുപോലെ വിനോദസഞ്ചാരത്തിൻ്റെ പേരിൽ ആൾക്കാർ ഒരുപാട് ഒരു ബസ്സിൽ ഈ 90 യാത്രക്കാർ ഇതുപോലെ ബസ്സിൽ കയറുമ്പോൾ അവിടുത്തെ യാത്രക്കാർ എന്ത് ചെയ്യും? സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അതും ഒരു ചോദ്യം തന്നെയാണ്. അപ്പം അതിന് KSRTC പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു പോംവഴി എന്ന് പറയുന്നത്. നേരത്തെ കണ്ടക്ടറും ഡ്രൈവറും നിശ്ചയിക്കുന്ന സ്ഥലത്തായിരുന്നു KSRTC നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡ്രൈവർക്കും കമ്മീഷനും ആൾക്കാരനുസരിച്ച് ഒരു കമ്മീഷനും കിട്ടും, അവർക്കുള്ള ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. ആ പോളിസി മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ രീതി അനുസരിച്ച് കേരള ഗവൺമെൻറ്, അതായത് KSRTC തന്നെ ലിസ്റ്റ് ചെയ്ത കുറച്ച് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ അവിടെ മാത്രമേ ഈ ദീർഘദൂര സർവീസുകൾക്ക് വണ്ടി നിർത്താനുള്ള അനുവാദമുള്ളൂ. അല്ലാതെ വേറൊരു ഹോട്ടലിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്താൻ കഴിയില്ല. പക്ഷെ അവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പേർ പല രീതിയിലും പരാതികൾ പറയുന്നുണ്ട്. അതായത് ഭക്ഷണത്തിന് അതായത് 2 ചപ്പാത്തി ഒരു കറിയും കഴിക്കുന്നതിന് 300 രൂപ ചാർജ് ചെയ്യുന്നു, 400 രൂപ ചാർജ് ചെയ്യുന്നു, അമിതമായ പ്രൈസ് ഈടാക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും എന്നുള്ളത്. കാരണം ഒരാൾക്ക് കഴിക്കേണ്ടതിന് ഒരു ഫുൾ കറി കൊണ്ടുവെക്കുക, അവരത് ചോദിക്കാറില്ല. കാരണം ഒരാൾക്ക് കഴിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ക്വാർട്ടർ കറി മതിയായിരിക്കും, അത് അവർ ചോദിക്കുന്നില്ല. ബില്ല് അടിക്കാൻ നേരം അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഇന്ന് വന്നവൻ നാളെ എന്തായാലും ഈ കടയിൽ കയറുകയല്ലോ എന്ന് കടയിൽ ഇരിക്കുന്നവന് പറയും. കാരണം യാത്രക്കാരാണ്, അത് പരമാവധി പിഴിഞ്ഞുണ്ടാക്കാൻ നോക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങളും വരുന്നുണ്ട്. കാരണം അവർക്കറിയാം, അവർക്ക് ഈ KSRTCയുടെ ഒരു വർഷത്തേക്കുള്ള ലൈസൻസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, ഈ ബസ് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാക്സിമം മുതലാക്കാൻ അവർ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള പരാതികളും വരുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും KSRTCയുടെ ഭാഗത്തു നിന്നൊരു പരിശോധന ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. യാത്രക്കാരുടെ ഈ ഒരു വിഷമം പഴയതിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം തോന്നുന്ന സമയത്ത് നിർത്താൻ പാടില്ല എന്ന് ഇപ്പോൾ ഒരു നിയമം വന്നിട്ടുണ്ട്. ഇന്ന സമയത്ത് മാത്രം, അതായത് രാത്രി 8 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ ഫുഡ് കഴിക്കാൻ നിർത്തണം, അല്ലാതെ 12 മണിക്കോ 1 മണിക്കോ കൊണ്ടുപോയിട്ട് ഫുഡ് കഴിക്കാൻ നിർത്താൻ പാടില്ല. അങ്ങനെയൊക്കെ കുറേ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുതിയത് വന്നിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാവുന്ന നല്ലൊരു കാൽവെപ്പ് തന്നെയാണ്. അതെന്തായാലും പറയേണ്ടിയിരിക്കുന്നു. കാരണം കണ്ട സ്ഥലത്ത് കൊണ്ട് തോന്നുന്ന സമയത്ത് ഏതായാലും നിർത്തുന്നില്ലല്ലോ, അതിനേതായാലും ഒരു പരിഹാരമായി. പിന്നെ ഇത്തരം പരാതികൾ വരുന്നത് ഇനി പരിഹരിക്കപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കും. എന്തായാലും ഇത്രയായല്ലോ.